നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാകാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളാകാം, നിങ്ങൾക്കൊരു ഇൻകവും കിട്ടുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളൊരു അഡീഷണൽ ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് സ്കില്ലുമുണ്ട്, നിങ്ങളുടെ പോക്കറ്റ് മണി സ്വന്തമായി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ നിങ്ങൾ? ഞാനൊരു വീട്ടമ്മയാണ്, ഭർത്താവിൻ്റെയും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഫ്രീ ടൈമിൽ മണി ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണോ നിങ്ങൾ? എനിക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, ഞാൻ വർക്കും ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ ഫുൾ സ്കില്ല് ആ കമ്പനിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നോർത്ത് വിഷമിക്കുന്ന ഒരാളാണോ നിങ്ങൾ? നിങ്ങളുടെ ഫുൾ സ്കില്ല് ഉപയോഗിക്കാനും അതുപോലെ നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്ക് സമ്പാദിക്കാനും 2025 നിങ്ങളുടെ സാലറി ഡബിൾ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഇപ്പോഴുള്ള സാലറി ഡബിൾ ആക്കാനുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള 10 ഫ്രീലാൻസ് വർക്കിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ കരിഷ്മ, എല്ലാവർക്കും ഫ്രീഡം മണി മലയാളം ചാനലിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ഇതിലെ ജോലി സാധ്യതകൾ നിങ്ങൾക്ക് ഒഴിവു സമയങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് മേഖലയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നിങ്ങളൊരു യൂട്യൂബറോ വ്ളോഗറോ അത് ചെയ്യാനുള്ള സ്കില്ലോ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: അവരുടെ പ്രോഡക്റ്റിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ റീലും സ്റ്റോറീസൊക്കെ ഇടാത്ത ആരും തന്നെ ഇല്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്പ് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വളരെ എളുപ്പത്തിൽ നമുക്ക് റീൽസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് സ്റ്റോറീസ് ഇടാം. ഇപ്പോഴുള്ള എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് ഒഴിവു സമയങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ആദ്യം നമ്മൾ ഇതിലേക്കായി ചെയ്യേണ്ടത് ആമസോൺ അഫിലിയേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനിയുടെ ഒരു പ്രോഗ്രാമിൽ ചേരുക. അതിനുശേഷം അവർ നമുക്ക് പറഞ്ഞു തരും ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന്. ആ പ്രോഡക്റ്റ് ജസ്റ്റ് പ്രൊമോട്ട് ചെയ്താൽ മാത്രം മതി. അതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ജോലി. ആദ്യം നിങ്ങളുടെ ടേസ്റ്റ്, നിങ്ങളുടെ അഭിരുചി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ചിലപ്പോൾ ഫുഡ് റിലേറ്റഡ് കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഫാഷൻ റിലേറ്റഡ് കണ്ടന്റ് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും, അതുമല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. നിങ്ങളുടെ അഭിരുചി ഏതാണോ അതനുസരിച്ച് നിങ്ങൾ അവരുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖലയാണിത്. ഒരു പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതിലൂടെ അല്ലെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കണ്ടന്റ് ഇടാനുള്ള സ്കില്ലുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകാം. അതുമാത്രമല്ല, നിങ്ങൾ ഇവരുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ ആ കമ്പനിയുടെ വരുമാനവും നേടാൻ സാധിക്കും. നിങ്ങളൊരു ആമസോണിൻ്റെയോ ഫ്ലിപ്കാർട്ടിൻ്റെയോ എംപ്ലോയിയായി മാറുകയും ചെയ്യുന്നു. രണ്ടാമതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ് ഡെലിവറി പാർട്ട്ണർ. ഒരു ഡെലിവറി പാർട്ട്ണർ ആയിരിക്കുന്നത് വളരെ ഫ്ലെക്സിബിൾ ടൈം, നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആ സമയത്ത് നിങ്ങൾക്ക് പോയി ഡെലിവറി പാർട്ട്ണറായിട്ട് ജോലി ചെയ്യുന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ ആരാണ് ഓൺലൈനിൽ ഫുഡ് മേടിച്ച് കഴിക്കാത്തത്? ആരാണ് ഓൺലൈൻ സാധനങ്ങൾ ഓർഡർ ചെയ്യാത്തത്? ഞാൻ തന്നെ ഇന്ന് രാവിലെ ഫുഡ് മേടിച്ച് കഴിച്ചത് സുമാറ്റോ എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഡ്രസ്സ് ആയിക്കോട്ടെ, ക്രീംസ് ആയിക്കോട്ടെ, മേക്കപ്പ് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളെല്ലാവരും ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. എല്ലാവരും മുൻഗണന നൽകുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. എല്ലാവരും ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടാവും, ബിസിനസ് ചെയ്യുന്നുണ്ടാവും. എല്ലാവരും തിരക്കേറിയ ജീവിതത്തിൽ ഇനി കടയിൽ പോയി മേടിക്കുന്ന സ്റ്റൈലൊക്കെ കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ ഉണ്ടാവുമെന്ന് അറിയില്ല. ജസ്റ്റ് കറങ്ങാൻ പോകുന്നതല്ലാതെ പർച്ചേസിങ്ങിനായിട്ട് എല്ലാവരും സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതൊക്കെ വളരെ റെയർ ആയിരിക്കും. ഇപ്പോഴെല്ലാം സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ഡെലിവറി പാർട്ട്ണർ എന്നൊരു ജോബിൻ്റെ ആ ഒരു ഹൈപ്പ് വരുന്നത്. നിങ്ങളിപ്പോൾ ഓൾറെഡി ജോലി ചെയ്യുന്നുണ്ടാവാം, തിരിച്ചു വരുന്ന ഒരു 2 മണിക്കൂർ, അതായത് നിങ്ങളിപ്പോൾ 9 to 5 അല്ലെങ്കിൽ 10 to 6 എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാകാം. തിരിച്ചു വരുന്ന ആ ഒരു സമയത്ത് 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ രാത്രി ഒന്ന് ഡെലിവറി പാർട്ട്ണറായിട്ട് പോയാൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഏണിങ്സ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും വീണ്ടും അഡീഷണൽ ഇൻകം ഉണ്ടാക്കി ഈ ഒരു വർഷം തന്നെ നിങ്ങളുടെ സാലറി ഡബിൾ, ട്രിപ്പിൾ, നിങ്ങൾ എത്ര ടൈമാണോ കൂടുതൽ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അത്രയും ഇൻകം നിങ്ങൾക്ക് പാസീവായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇതിനായി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സ്വിഗ്ഗിയോ സൊമാറ്റോ പോലുള്ള ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുക. പിന്നെ അവരുടെ ഡെലിവറി പാർട്ട്ണറായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. നിങ്ങൾ ഏത് ടൈമാണോ ഫ്രീ ആയിട്ടുള്ളത് ആ ടൈം അവരുടെ ഡെലിവറി പാർട്ട്ണറായിട്ട് മാറി അവർക്ക് വേണ്ട സാധനങ്ങൾ പല പല സ്ഥലത്ത് എത്തിച്ച് നിങ്ങൾക്കൊരു പാർട്ട് ടൈം ആയിട്ട് ഇത് ചെയ്യാം. ഇത് നിങ്ങളിപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ 18 വയസ്സ്, നിങ്ങൾക്കൊരു ലൈസൻസ് ഉണ്ടായിരുന്നാൽ മാത്രം മതി. നിങ്ങളുടെ വണ്ടി ഓടിച്ച് ആ അഡീഷണൽ ഇൻകം ഉണ്ടാക്കി നിങ്ങളുടെ സാലറി, നിങ്ങളുടെ ഇപ്പോഴുള്ള ഇൻകത്തിൽ നിന്ന് നിങ്ങളുടെ പൈസ വർദ്ധിപ്പിക്കാനുള്ള ഒരു വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡെലിവറി പാർട്ട്ണർ. 5 ദിവസങ്ങളിൽ നിങ്ങൾ 2 മണിക്കൂർ വീതം ഓടുകയും ബാക്കിയുള്ള 2 ദിവസങ്ങളിൽ നിങ്ങൾ കുറച്ച് മണിക്കൂറുകൾ അധികം എടുത്ത് വർക്ക് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ പൈസ അതിൽ നിന്നും ഉണ്ടാക്കാനും സാധിക്കും. ഇത് സ്റ്റുഡൻസ്
സ്റ്റുഡൻസിനായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്. 18 വയസ്സ് കഴിഞ്ഞ് 2 വീലർ ഓടിക്കാൻ അറിയാവുന്ന ലൈസൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വേഗം അപ്ലൈ ചെയ്യുകയും നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കാനും സാധിക്കും. നമ്മൾ ഒത്തിരി വീഡിയോസൊക്കെ കാണാറുണ്ട്. പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് പഠിച്ച് IAS ഓഫീസർ, അതുപോലെ തന്നെ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് വിദേശത്ത് പഠിക്കാൻ പോകുന്ന ഒത്തിരി കുട്ടികളെ കാണുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും പഠിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണോ? നിങ്ങൾ തന്നെ നിങ്ങളുടെ പോക്കറ്റ് മണി ഉണ്ടാക്കി സ്വന്തമായി പഠിച്ച് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഉള്ള ശ്രമം ഇപ്പോൾ തന്നെ തുടങ്ങുക. നിങ്ങൾ 2 വീലർ സ്വന്തമായിട്ടുണ്ട്, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനുള്ള സ്കില്ലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠിത്തത്തിനോടൊപ്പം ഈ ഒരു പാർട്ട് ടൈമും ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള മണി ഏൺ ചെയ്ത് അത് നിങ്ങളുടെ ഹയർ സ്റ്റഡിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. ഇത് യങ്സ്റ്റേഴ്സിനായിരിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർ. നിങ്ങൾക്ക് എഴുതാനുള്ള സ്കില്ലുണ്ടോ? നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള സ്കില്ലുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീട്ടിലിരുന്ന് തന്നെ കാശ് ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് ഈ മേഖലയിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. 2025 മാത്രമല്ല, ഇനി വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബൂമിംഗ് ആയിട്ട് നിൽക്കാൻ പോകുന്ന ഒരു മേഖലയാണ് കണ്ടന്റ് ക്രിയേഷൻ. നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു സ്കില്ലുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഓൾറെഡി ജോലി ചെയ്യുന്ന ഒരാളാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് ബിസി ആയിട്ട് നടക്കുന്ന ഒരാളാകാം. പക്ഷേ വളരെ നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ ഫ്രീ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഫ്രീ കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കണ്ടന്റ് ക്രിയേഷൻ. നിങ്ങൾക്ക് യൂട്യൂബിന് വേണ്ട റീൽസിനുള്ള കണ്ടന്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ യൂട്യൂബിന് വേണ്ട വീഡിയോസിൻ്റെ കണ്ടന്റ് ഉണ്ടാക്കാം, ഫേസ്ബുക്കിനായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാം, ടിക്ടോക്കിനായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഡ് ഏജൻസിയിൽ ചേർന്ന് അവർക്ക് വേണ്ട കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മൾട്ടിമീഡിയ കമ്പനിയിൽ ചേർന്ന് അവർക്ക് വേണ്ട. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെ ഒരു കമ്പനി വർക്കാവുന്നില്ല. ഏത് തരത്തിലുള്ള മേഖലയായാലും അവരുടെ പ്രൊമോഷൻസും എല്ലാം നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. നിങ്ങൾക്ക് ആ കമ്പനീനെ കുറിച്ച് പഠിച്ച് അവർക്ക് വേണ്ട കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ അഡീഷണലായി ഇങ്ങനെയും ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. ഈ മേഖല ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടാക്കാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള റീൽസ് ഉണ്ടാക്കാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ, ക്രിയേറ്റീവ് ആയിട്ടുള്ള റീലും വീഡിയോസും ഉണ്ടാക്കാനുള്ള കണ്ടന്റ് കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈ മേഖലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ടൈമും ജോലിയെടുത്ത് വീട്ടിലിരുന്ന് ഫ്ലെക്സിബിൾ ടൈമിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്ത് ഒത്തിരി കാശ് ഏൺ ചെയ്യാനുള്ള ഒരു ഫ്രീലാൻസ് വർക്കാണിത്. ഈ വീഡിയോ കേൾക്കുന്ന ആർക്കെങ്കിലും ഇത്തരത്തിലൊരു സ്കില്ലുണ്ടെങ്കിൽ സമയം കളയരുത്. നിങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് കളയേണ്ടതല്ല നിങ്ങളുടെ സമയം. ആ സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യാം, നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം ഉണ്ടാക്കാം. പ്രത്യേകിച്ച് എനിക്കിത് പെൺകുട്ടികളോടാണ് പറയാനുള്ളത്. ഞാനും ഒരു പെൺകുട്ടി ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ മനസ്സിലാവും. എല്ലാവർക്കും പുറത്തുപോയി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കില്ല. ചിലർ വളരെ വേഗത്തിൽ കല്യാണം കഴിക്കുകയും കുടുംബ പ്രാരാബ്ധമായി അതിൻ്റെ പിന്നാലെ പോകും. ചിലർക്ക് ഒത്തിരി ക്രിയേറ്റിവിറ്റി നല്ല പഠിച്ചിട്ടുള്ള പെൺകുട്ടികളായിരിക്കും, പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ മൂലം പുറത്ത് പണിക്ക് പോകാൻ പറ്റാത്ത ഒരാളായിരിക്കും. നിങ്ങൾക്കൊരു ഫോണോ ഒരു ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റീവ് സ്കിൽ, എഴുതാനുള്ള ഒരു സ്കില്ലുണ്ടെങ്കിൽ കണ്ടന്റ് ക്രിയേഷനിലൂടെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഏൺ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സ്വന്തം ആവശ്യം, നിങ്ങളുടെ സ്വന്തം സാധനം, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി പൈസ ഉണ്ടാക്കി നിങ്ങളുടെ ആവശ്യങ്ങൾ നേടാനുള്ള ഒരു മാർഗം കൂടിയാണിത്. എങ്ങനെയാണ് കണ്ടന്റ് ക്രിയേഷൻ, ഇപ്പോൾ ഒരു പക്ഷേ എങ്ങനെയാണ് ഒരു കമ്പനിക്ക് വേണ്ട കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണമെന്ന് അറിയില്ല എങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ടാവും. അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങളും ഈ ഒരു ജോലി ചെയ്യുക. ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങൾക്ക് പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഉടനെ തന്നെ ഇത്തരത്തിലുള്ള ഫ്രീലാൻസ് വർക്ക് പഠിച്ച് സ്വന്തമായി ഏൺ ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ തന്നെ നടത്തുക. ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിനെ സഹായിക്കേണ്ടി വന്നാൽ നിങ്ങളുടെ സ്വന്തം കാശ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും അല്ലേ പുള്ളിക്കാരൻ്റെ സന്തോഷം? അതൊക്കെ ഒന്ന് ചിന്തിക്കുക. ഫ്രീ ആയിട്ട് എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ കണ്ടന്റ് ക്രിയേഷനിലേക്ക് തിരിയൂ. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പണം ഏൺ ചെയ്യാം. നാലാമതായി നമുക്ക് വളരെ ഈസി ആയിട്ട് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് സെല്ലിംഗ് ഓൺലൈൻ. ചിലർക്കൊക്കെ ഭയങ്കര സ്കില്ലായിരിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലരൊക്കെ നല്ല രീതിയിൽ ഫാൻസി ആഭരണങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി അവരുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന കാണാം. അതല്ലെങ്കിൽ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ കാൻഡിൽസ് ഉണ്ടാക്കുന്നു, ഹോം ബേക്കിംഗ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഒത്തിരി സ്കില്ലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവുള്ള ആളാണെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തന്നെ ഇതിലൂടെ ആരംഭിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഫ്രീലാൻസിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി ഒരു ജോലിയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ സമയത്ത് ഇത് ചെയ്യാം. അല്ലാതെ നിങ്ങൾ ജോലിയില്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ആരും തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പോൾ മൊത്തത്തിൽ ജോലി സാധ്യത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും ആരുടെയെങ്കിലും അണ്ടറിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സ്വന്തമായി ബിസിനസ് തുടങ്ങൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടെങ്കിൽ അതിനെ ചെറിയ രീതിയിൽ തുടങ്ങി അതിനെ വളർത്തി നിങ്ങൾ തന്നെ 5 പേർക്ക് സാലറി കൊടുക്കുന്ന ഒരാളായി മാറും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്, ഇപ്പോൾ ഇത്തരത്തിലുള്ള സ്കില്ലുണ്ടായിട്ടും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും
ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതുണ്ടാക്കി അത് വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ നടത്തി നിങ്ങൾക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ അത് വിറ്റ് നിങ്ങൾക്ക് വരുമാനം നേടാവുന്നതാണ്. അഞ്ചാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺലൈൻ ബിസിനസ് കൺസൾട്ടിങ് എന്താണെന്നല്ലേ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടോ? കൺസൾട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടോ? ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ലേ, അവർ ബിസിനസ് കൺസൾട്ടന്റുമാരെ ആവശ്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഇത്തരത്തിലുള്ള ആൾക്കാരെ സീക്ക് ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. നമ്മൾ ഫ്രീ ഉള്ള സമയത്ത് നമുക്കുള്ള ആ നോളജ് ആ കൺസൾട്ടൻസ് അവർക്കൊന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നോളജ്, ഇങ്ങനെ സംസാരിക്കാനുള്ള നോളജ്, ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള നോളജ്, അവർക്ക് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ അവരുടെ ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള അഡ്വാൻസ് കൊടുക്കാനുള്ള സ്കില്ലുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ സ്ട്രാറ്റജിയിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്ത് അവരുടെ ബിസിനസ് കൂടുതൽ വലിയ രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ വളർത്താൻ കഴിവുള്ള ഐഡിയാസ് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ജോലി നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി ഒരു ജോലി ചെയ്യുന്ന ഒരാളാവാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളാവാം. പക്ഷെ നിങ്ങൾക്ക് വീണ്ടും കാശ്, ഒരു അഡീഷണൽ ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇത്തരത്തിൽ ബിസിനസ് കൺസൾട്ടിങ്ങിലൂടെ നിങ്ങൾക്ക് അഡീഷണൽ ഇൻകം നേടാൻ സാധിക്കും. ഈ മേഖലയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മാർക്കറ്റിംഗ്, ഫിനാൻസിങ് ഓർ HR ആണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിൽ സൂമോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ഇതിലൂടെ ബിസിനസ് കൺസൾട്ടിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു മേഖലയിൽ നിങ്ങൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കര അറിയാവുന്ന ഒരു എക്സ്പെർട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് അഡീഷണൽ ഇൻകം നേടാവുന്നതാണ്. ആറാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺലൈൻ റീറ്റെയിലിംഗ്. എനിക്കറിയാം ഒത്തിരി പേർക്ക് എന്തെങ്കിലും കട തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കറിയാം ഇപ്പോൾ നമ്മളൊരു ബിസിനസ്, ഇപ്പോൾ ഒരു തുണിക്കട തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. ഒരു തുണിക്കട തുടങ്ങണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റിന് നമ്മളൊരു ബിൽഡിംഗ് റെൻറ്റിന് എടുക്കണം. അതിൻ്റെ റെൻറ്റ്, കറണ്ട് ബില്ല്, പിന്നെ നമ്മൾ ബൾക്കായിട്ടുള്ള പ്രോഡക്റ്റ്സ് എടുക്കണം, അത് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, പിന്നെ സെയിൽസ് ഗേൾ, അങ്ങനെ ഒരു വലിയ ചിലവാണ്. ഈ ഒരു ചിലവൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും മതി ഇനി ബിസിനസ് ഒന്നും ചെയ്യേണ്ട. പക്ഷേ വളരെ സിമ്പിളായിട്ട് പവർഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഓൺലൈൻ റീറ്റെയിലിംഗ്. അതെന്താണെന്നല്ലേ, നിങ്ങൾക്കിപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കയ്യിൽ കുറച്ച് സാധനവുമുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഫാൻസി ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. നിങ്ങളൊരു 5 ടൈപ്പ് ഓഫ് ഫാൻസി ഓർണമെൻറ്റ്സ് ഉണ്ടാക്കി. ഇതിപ്പോൾ 5 എണ്ണം വെച്ച് നമുക്ക് കട ഒന്നും തുടങ്ങാൻ പറ്റില്ല. നിങ്ങൾക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഓൺലൈനായിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കാം. അപ്പോൾ 5 ഫാഷനിലുള്ള ഒരു കമ്മലാണ് നിങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് നിങ്ങളുടെ കമ്മൽ ഇഷ്ടപ്പെട്ടു. ഓർഡർ വന്നതിന് ശേഷം ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രോഡക്റ്റ് ആവശ്യപ്പെടുമ്പോൾ മാത്രം, ഏകദേശം ഒരു 5 ദിവസം ഒരു ഡെലിവറി എല്ലാത്തിനും കൂടെ നമുക്ക് ആവശ്യം വരും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് വീണ്ടും ഉണ്ടാക്കി ആ ഒരു കസ്റ്റമറിന് എത്തിക്കാം. നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങളുടെ പ്രോഡക്റ്റ് സെല് ചെയ്യാനും സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് കട, റെൻറ്റ്, കറണ്ട് ബില്ല്, സെയിൽസ് ഗേളിൻ്റെ പൈസ, ഇത്തരത്തിലുള്ള എല്ലാ ചിലവും മാറ്റി നിർത്തി നിങ്ങൾക്ക് റീറ്റെയിലായിട്ട് ഓൺലൈനിലൂടെ ബിസിനസ് നടത്താം. നിങ്ങളുടെ ബിസിനസ് വലിയ രീതിയിൽ വളരുകയാണെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് സ്വന്തമായി ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങി ഒരു വലിയൊരു, അതായത് ഫ്ലിപ്കാർട്ടും ആമസോൺ പോലെ നിങ്ങൾക്ക് പുതിയൊരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാക്കി മാറ്റാൻ സാധിക്കും. ആദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ലോക്കലായിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സേ കിട്ടുകയുള്ളൂ. നിങ്ങളൊരു നല്ല പ്രോഡക്റ്റാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുകയും വലിയ രീതിയിൽ നിങ്ങൾക്ക് ഓൺലൈൻ റീറ്റെയിലിങ്ങിലൂടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഫ്രീലാൻസ് രീതിയിൽ എങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാമെന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ ബിസിനസ്സിൻ്റെ പിന്നാലെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരിക്കില്ല. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ജോലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള ഒരു അവസരത്തിലായിരിക്കില്ല. വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവാം, ജോലി ചെയ്യുന്നുണ്ടാവാം. ഇങ്ങനെയുള്ളവർക്ക് രാത്രി ഒരു മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇൻകം നേടാൻ സാധിക്കും. നിങ്ങളുടെ പ്രോഡക്റ്റ് ഏതാണോ അതും ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ സെയിൽ ചെയ്ത് അതിന് കസ്റ്റമർ വരുന്നതിനനുസരിച്ച് മാത്രം നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ഇൻകം ഉണ്ടാക്കാം. നിങ്ങൾക്കിപ്പോൾ ഒരു സാലറി ഒരു 50,000 രൂപയാണെങ്കിൽ ഇതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 10,000 രൂപ കിട്ടിയാലും അത് വേർത്തല്ലേ. വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ സമയം അധികം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പൈസ ഇതിൽ നിന്നും ഏൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ 8ാമതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ ട്യൂട്ടറിംഗ്. വളരെ എളുപ്പമാണ്. ഇപ്പോൾ ബേസിക് ഡിഗ്രി പോലും ഇല്ലാത്ത ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും പഠിക്കുന്നുണ്ട്, പക്ഷേ ജോലി കിട്ടാനാണ് എല്ലാവർക്കും പ്രയാസം. അങ്ങനെ ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വെറുതെ വീട്ടിലിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരു പക്ഷേ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവാം, നല്ല രീതിയിൽ ഏണിംഗ് ചെയ്യുന്നുണ്ടാവാം. എന്നാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയത്? എന്ത് പഠിച്ചിട്ടാണ് ജോലി കിട്ടിയത്? നിങ്ങൾ പഠിച്ചത് കൊണ്ടായിരിക്കുമല്ലോ ജോലി കിട്ടിയത്. അപ്പോൾ ഈ വിദ്യ മറ്റുള്ളവർക്ക് അഭ്യസിച്ചു കൊടുക്കുക. ഇതൊരു നന്മ പ്രവൃത്തിയാണ്. പക്ഷേ ഈ നന്മ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് പൈസയും ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്കാം. നിങ്ങൾക്കൊരു ഫോണോ ലാപ്ടോപ്പോ എന്തും തന്നെ ആകട്ടെ, ഈ നിങ്ങൾ എന്താണോ പഠിച്ചത്, നിങ്ങൾ ഏതൊരു സബ്ജക്റ്റിലാണോ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾ, ചിലർക്ക്
ചിലർക്ക് മാത്സിന് ഭയങ്കര ബ്രില്യൻ്റ്, ഞാനല്ല. മാത്സിന് നല്ല പഠിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്സ് നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡിൽ എന്തെങ്കിലും സ്കില്ലുള്ള ആളായിരിക്കാം, വീഡിയോ എഡിറ്റിംഗ് അറിയാവുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഡാൻസ് ടീച്ചർ ആയിരിക്കാം, യോഗ അറിയാവുന്ന ആളായിരിക്കാം. എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളൊരു ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത് ആ കാര്യം, നിങ്ങൾക്ക് അറിയാവുന്ന ആ കാര്യം ജസ്റ്റ് അറിയാത്ത ഒരാളിലേക്ക് ഷെയർ ചെയ്യുക. ഓൺലൈനായി സൂമിലൂടെയോ ഗൂഗിൾ മീറ്റിലൂടെയോ അല്ലെങ്കിൽ ബൈജൂസ് പോലുള്ള ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്ന കമ്പനി, സൈലം, നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സൈലം, അങ്ങനെ ഏതും ആയിക്കോട്ടെ അവരുടെ കമ്പനി വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ ഓൺലൈൻ വഴി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ ടീച്ചിങ് കോഴ്സായ TTCയോ BEdോ പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല നോളജ് ഉണ്ടെങ്കിൽ അതൊരു അറിയാത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം നേടുകയും ചെയ്യാം. നിങ്ങളിപ്പോൾ വേറെ ഒരു വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങളൊരു സയൻറ്റിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കാം, എന്തും തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയം 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇതിലേക്കായി മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഇൻകത്തിൽ നിന്നും കൂടുതൽ വരുമാനം നിങ്ങൾക്ക് നേടാൻ സാധിക്കും. 9ാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനർ. എല്ലാവർക്കും ഈ സ്കില്ല് ഉണ്ടാവണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് സ്കില്ലില്ലെങ്കിൽ ഇത് പഠിച്ചാൽ വളരെ വലിയ രീതിയിലുള്ള സ്കോപ്പുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ എവിടെയാണ് ഗ്രാഫിക് ഡിസൈനറിൻ്റെ ഒരു കയ്യൊയ്പ്പില്ലാത്ത ഒരു മേഖലയുള്ളത്? ഇപ്പോൾ ഫ്രീഡം ആപ്പ് തന്നെ എടുക്കൂ. ഫ്രീഡം ആപ്പിൻ്റെ ലോഗോ അതൊരു ഗ്രാഫിക് ഡിസൈനറിൻ്റെ ഐഡിയ ആണ്. ഡിസൈനിങ്, ലോഗോ ഡിസൈനിങ്. ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ ചെയ്യുകയാണ്, ഇപ്പോൾ യൂട്യൂബ് ആണല്ലോ, സോഷ്യൽ മീഡിയ ആണല്ലോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഗ്രാഫിക് ഡിസൈനറിൻ്റെ സാന്നിധ്യം വളരെയേറെയാണ്. ന്യൂസ് ചാനൽസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഗ്രാഫിക് ഡിസൈനർ ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു IT കമ്പനി ആണെങ്കിൽ, നിങ്ങളൊരു വെബ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ എന്ത് മേഖലയാണെങ്കിലും, അതായത് ഈ ടെക് റിലേറ്റഡ് എന്ത് മേഖലയാണെങ്കിലും അവിടെ ഒരു ഗ്രാഫിക് ഡിസൈനറിൻ്റെ ആവശ്യം വളരെയേറെയാണ്. നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാകാം, നിങ്ങൾ ക്യാൻവ, ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ ഇങ്ങനത്തെ കുറേ ടൂൾസൊക്കെ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കും വീട്ടിലിരുന്ന് ഒരു ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ചെയ്ത് ഏൺ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ടൂൾസൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ലോഗോസ്, ഓരോ കമ്പനിയുടെ ആവശ്യമായ ഏത് കമ്പനി തുടങ്ങിയാൽ ഇപ്പോൾ ലോഗോ ഇല്ലാതെ ഒരു കമ്പനിയും തുടങ്ങാറില്ല. അപ്പോൾ വരും കാലഘട്ടത്തിലും ഇപ്പോൾ സ്റ്റാർട്ടപ്സിൻ്റെയൊക്കെ ഒരു ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ അവരുടെ പുതിയ കമ്പനി തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഡിസൈൻ ചെയ്യുന്നത് ലോഗോയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു ഗ്രോവിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഗ്രാഫിക് ഡിസൈനിങ്. നിങ്ങൾ ഈ ബേസിക് ടൂൾസൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഫ്രീലാൻസ് ആയിട്ട് ഒഴിവ് സമയങ്ങളിൽ, നിങ്ങൾ ഓൾറെഡി ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഒഴിവ് സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ലോഗോ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം ഏൺ ചെയ്യാൻ സാധിക്കും. 10ാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫ്രീലാൻസ് ജോലിയാണ് വെർച്വൽ അസിസ്റ്റന്റ് സർവീസ്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ ഒത്തിരി ആൾക്കാർ റിമോട്ടായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. കോവിഡ് കഴിഞ്ഞതിന് ശേഷവും ഇപ്പോൾ റിമോട്ട് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം എന്നുള്ള ട്രെൻഡ് നിലനിൽക്കുകയാണ്. ഇപ്പോൾ കുറേ IT കമ്പനീസിൽ എല്ലാ ദിവസവും നമുക്ക് പോകണമെന്നൊന്നുമില്ല. അതുപോലെ ഇങ്ങനെ റിമോട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ജോലി സാധ്യതകളുണ്ട്. ഈ ഒരു സമയത്താണ് ഈ ഒരു മേഖലയ്ക്ക് വളരെ പ്രാധാന്യം വരുന്നത്. ഇവർ മെയിനായിട്ട് മാനേജ് ചെയ്യുന്നത് മെയിൽസ് ഓർ കസ്റ്റമർ സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് മാനേജ് ചെയ്യുന്നത്. ഇത് ഫുള്ളി റിമോട്ട് ആയതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഇത് വളരെ സിമ്പിളായിട്ട് അക്സസ് ചെയ്യാൻ സാധിക്കും. ഇത് മെയിനായിട്ട് നിങ്ങൾക്കൊരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് 10 ഫ്രീലാൻസ് ഐഡിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ടാവും നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാം എന്നതൊക്കെ ഞാൻ പറഞ്ഞു തന്നു. നിങ്ങളൊരു ക്രിയേറ്റീവ് ആയ ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾ ഒരു ടെക്നോളജിക്കലി സ്കില്ലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് അഡീഷണലായിട്ട് വളരെ വേഗത്തിൽ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറേ മേഖലകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് സാലറി ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ചെലവനുസരിച്ച് നമ്മളുടെ കിട്ടുന്ന കാശ് ഒന്നിനും തികയാതെ വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു അഡീഷണൽ ഇൻകം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നവരാകട്ടെ ജോലി ചെയ്യാത്തവരാകട്ടെ പൈസയാണ് പ്രധാനം. എങ്ങനെ പൈസ ഉണ്ടാക്കാം, നിങ്ങൾക്കുള്ള പൈസ എങ്ങനെ ഡബിൾ ആക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു 10 ഐഡിയാസാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്നത്. ഇതുപോലുള്ള ബിസിനസ് റിലേറ്റഡ്, ഫാമിംഗ് റിലേറ്റഡ്, മണി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. പുതിയ വീഡിയോസ് നമ്മൾ അത് റിലേറ്റഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും പറയുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ, കൂടുതൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം.